ഈ മീനിൻ്റെ പേരറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താട്ടെ. ചെമ്പൻ കുഞ്ഞെന്നോ റിപ്പർന്നൊക്കെ ആരൊക്കെയോ പേരിട്ടതായിട്ട് കാണുന്നുണ്ട്. ഞാൻ നമ്മളെ പുയ്യാപ്പിള കുട്ടിയാണെന്നാണ് വിചാരിച്ചത്. അപ്പം പുയ്യാപ്പിളയൊന്നുമല്ല. അപ്പം ഇത് മുറിക്കാൻ ഇത്തിരി പ്രയാസപ്പെട്ടു. അതിൻ്റെ തോലൊക്കെ നീക്കി വേണം മുറിച്ചെടുക്കുക. എന്തായാലും മുറിച്ചെടുത്ത് കൊണ്ടുവന്ന് ഇത്തിരി മുളകും മഞ്ഞളും ഉപ്പും പുളിവെള്ളത്തിൽ ചാലിച്ച് അതിലൊക്കെ കുളിപ്പിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ ഇനി നമുക്ക് ഇല അങ്ങോട്ട് വിരിച്ചു കൊടുക്കാം. കറിവേപ്പിലയാന്നേ, തെറ്റിദ്ധരിക്കണ്ട. അപ്പം പിന്നെ 5-6 കഷ്ണം എടുത്ത് അങ്ങോട്ട് വറക്കാമെന്ന് തീരുമാനിച്ചു. വെളിച്ചെണ്ണക്കൊക്കെ നല്ല വിലയല്ലേ, ഇത്തിരി മാത്രം മതി. നമ്മളെ നോൺ സ്റ്റിക്ക് പാനാണല്ലോ. അപ്പോൾ പിന്നെ വെളിച്ചെണ്ണയിൽ കിടന്ന് അതങ്ങോട്ട് വറക്കട്ടെ. ഇതിൻ്റെ വാലും തലയും മറന്നു പോയിട്ടില്ലല്ലോ. അപ്പോൾ ഇതാ അതങ്ങോട്ട് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതോ അങ്ങോട്ട് വറ്റട്ടെ. ഇതാ എല്ലാ മീൻ കഷ്ണവും നന്നായി പൊരിച്ച് വന്നിട്ടുണ്ട്. ഇനി ചോറ് കഴിക്കാം. അപ്പം കുറച്ച് ചോറും ഇത്തിരി കപ്പയൊക്കെയാണ് ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണം. അതിൻ്റെ കൂടെ നമ്മുടെ ചെമ്പൻ കുഞ്ഞ് വറുത്തത് ഇതാ ഒരു കഷ്ണം വെച്ചു, പോരാലോ. അപ്പോൾ ഒരു കഷ്ണം കൂടി വെക്കാം അല്ലേ. അപ്പോൾ 2 കഷ്ണം വറുത്ത മീനും ഇത്തിരി തലക്കറിയും ഒക്കെ ആയിട്ട് ഉച്ചക്കത്തെ ഊണങ്ങോട്ട് കുശാലായി എന്ന് തന്നെ പറയാം. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവരും ഓർമ്മിച്ചിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, എങ്കിലേ എൻ്റെ വീഡിയോ മുന്നോട്ട് പോവുകയുള്ളൂ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ, ബൈ ബൈ.